ഹലോ അസ്സലാമു അലൈക്കും. എടാ, നമുക്ക് +2 അറബിക് എക്സാമിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫിക്രത്തുൽ മർക്കസിയ അതല്ലെങ്കിൽ റിസാലത്തുൽ മർക്കസി എഴുതാനുള്ള ചോദ്യം ചോദിക്കാറുണ്ട് അല്ലേ. ഫിക്രത്തുൽ മർക്കസി അതല്ലെങ്കിൽ റിസാലത്തു അല്ലെങ്കിൽ റിസാലത്തു ഫിഖത്തുൽ മർക്കസിയ റിസാലത്തുൽ മർക്കസിയ ഈ രണ്ട് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാറുണ്ട്, പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കലുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അല്ലേ, ഇതെങ്ങനെ ആൻസർ ചെയ്യാമെന്നാണ് സാർ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കവിതയിലെ രണ്ട് ലൈന് തന്നുകൊണ്ട് നിങ്ങളോട് പറയും, ഇത് രണ്ട് ചോദിച്ചാൽ എഴുതേണ്ട രീതി ഒരേപോലെ തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കവിതയിൽ രണ്ട് വരി തരും, തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ നമ്മൾ നല്ല വൃത്തിയിൽ എന്ത് ചെയ്യണം, ഒരു ബോക്സ് നമുക്ക് എന്ത് ചെയ്യാം, വരച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഫിക്രത്തു മർക്കസിയ അല്ലേ, ഫിക്രത്തുൽ മർക്കസിയ ഹെഡിങ് എഴുതി, ഫിക്രത്തു അൽ മർക്കസിയ അൽ ഫിക്രത്തു അൽ മർക്കസിയ എന്ന് എഴുതി. ഓക്കെ അല്ല. അപ്പോൾ ഈ ഹെഡിങ് കൊടുക്കുക, ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹെഡിങ് ആക്കി കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ശരിക്കും എഴുതേണ്ടത് എന്താണ്, ഈ കവിത പിന്നെ വളരെ മനോഹരമാണ്, ഇത് ഇന്ന കവി എഴുതിയതാണ്, ഇന്ന കവിത എന്നുള്ളതാണ്, ഈ കവിത ഈ വരിയിലൂടെ കവി ഇന്ന കാര്യങ്ങളാണ് പറഞ്ഞത്, അങ്ങനെ എഴുതേണ്ടത്. അപ്പോൾ ചിലപ്പോൾ അപ്പോൾ അത് പഠിച്ചു പോയാൽ അങ്ങനെ എഴുതാം. ഞാൻ അതല്ല എങ്കിൽ അത് അത്ര ഒന്നും പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് സാറ് പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദിഹി വേണം, ഹാദ സത്തുറുൻ വരി, ആദാ സത്തുറുൻ ജമീലുൻ ജിദ്ദ. ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വരിയാണ് അല്ലേ. സത്തുർ എന്ന് ഉദ്ദേശിക്കുന്നത് ആദാ സത്തുറുൻ ജമീൽ ജിദ്ദ, ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു വരിയാണ് അല്ലേ. അപ്പോൾ ഏത് വരികളും മനോഹരമായിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഹാദ മിൻ മൻലൂമത്തി എന്ന് പറയുന്നത് കവിതൻ്റെ പേര്. നിങ്ങൾക്ക് അതിന് കവിതൻ്റെ പേര് അറിയുമെങ്കിൽ അത് എഴുതാം അല്ലേ. കവിതയുടെ പേര് ബിൻ മൻലൂമത്തി അൽ മഷ്ഹൂർ എന്ന് എഴുതാണെങ്കിൽ, മഷ്ഹൂർ എന്ന ഫേമസ്, ഇതൊരു ഫേമസ് ആയ കവിത എന്നുള്ള ലൈനാണ്. ആ കവിതൻ്റെ പേര് ഏതെങ്കിലും മഷ്ഹൂർ എന്ന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, കവിതൻ്റെ പേര് നിങ്ങൾ കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ കത്തബഹ ഇത് എഴുതിയത് ഷാഹിർ അൽ മഷ്ഹൂർ, ഇത് പ്രസിദ്ധനായ എഴുത്തുകാരൻ എഴുതിയതാണ്. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കവിൻ്റെ പേര് കൊടുക്കാം, അതറിയുമ്പോൾ കവിൻ്റെ പേര് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, യഖൂലു ഷാഇറു ഫിഹ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ വരികൾ എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ആ വരികൾ അതേപോലെ എഴുതാം കേട്ടോ. ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് വെച്ച് കഴിഞ്ഞാൽ, ഇത് 4 മാർക്കാണെങ്കിൽ നിങ്ങൾക്ക് 4 എന്തായാലും ഒരു 3 മാർക്ക് കിട്ടാൻ സ്കോർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേപോലെ എഴുതുക. അവസാനം യഖൂലു ഷാർ, കവി പറയുന്നു, ഈ വരിയിലൂടെ കവി എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാണ്ട് നിങ്ങൾക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതല്ലാത്തൊരു ഇതന്നെ ഈ വരിനെടുത്ത് എഴുതിയാൽ തന്നെ എന്ത് ചെയ്യും, ഏകദേശം നിങ്ങൾ ആൻസർ ശരിയാണ്, പക്ഷേ ഇൻകംപ്ലീറ്റഡ് ആണെന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാതെ ഒരു 3 മാർക്ക് എന്തായാലും കിട്ടും. അതല്ല ഏറെക്കുറെ പിന്നെ ആളുകൾക്ക് 4 മാർക്കും ഇതുപോലെ എന്ത് ചെയ്യാം, കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, ഇത് ആൻസർ ചെയ്യേണ്ടത്. ഇവിടെ ശരിക്കും വരികളുടെ സ്ഥാനത്ത് എന്ത് ചെയ്യണം എന്നാണ്, ഇതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം എന്നാണ്. എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾ ഒരു പക്ഷേ ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ പഠിച്ച പാരാഗ്രാഫിലോ ഉണ്ടാവും, അത് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പറ്റുന്ന പോലെ എഴുതാം. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഇനി ചോദ്യം വന്നാൽ എന്ത് ചെയ്യാം, ഇതേപോലെ ആൻസർ ചെയ്യാം. അസ്സലാമു അലൈക്കും.